ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും നമ്മളെ വീട് ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ വീട്ടുപണി, നമ്മളെ വീടിൻ്റെ പണി ഓരോ പണി കഴിയുമ്പോഴും നമുക്ക് ക്ലീനിങ്ങിന് ഉണ്ടാവും. പക്ഷേ ഏറ്റവും ടാസ്ക് പിടിച്ചൊരു ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു ക്ലീനിങ് ആണ് എനിക്ക് തോന്നിയത്. അതായത് ആശാരിപ്പണി കഴിഞ്ഞ ടൈമിലുള്ള ക്ലീനിങ്. ബാക്കിയൊക്കെ ഒന്നും കൂടിയും എളുപ്പമായിരുന്നു തോന്നിപ്പോയി. കാരണം ഇത് ഒരുപാട് പൊടിയും പിന്നെ അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല റിസ്ക് ഉണ്ടായിരുന്നു നേരാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. വീടിൻ്റെ ഓരോ പണികളും ഞാൻ ഷോർട്സ് ആയിട്ട് അപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യലുണ്ട് കേട്ടോ. എല്ലാം നമുക്ക് ലോങ് വീഡിയോ ആയിട്ടും അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടിയിട്ടും നടക്കില്ല. പിന്നെ ഷോർട്സിൽ നമ്മൾ 1 മിനിറ്റ് അല്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ട് ഓരോ പണി കഴിയുമ്പോഴും ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പം നമ്മൾ വീടിൻ്റെ ക്ലീനിങ് ആണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനും ഷാക്കിയും അനുമോനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിലേറെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓല് പറയുന്ന ടൈമിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഷാക്ക. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കുറവ് കേട്ടോ. അല്ലെങ്കിൽ ഇതിനേക്കാട്ടിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ലിവിങ് ഏരിയയിൽ കാണുന്ന ആ ഒരു വുഡിൻ്റെ വർക്ക് നമ്മൾ ചെയ്യിപ്പിച്ചതാണ്. മരം ഫുള്ള് വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അവിടെ ഫാബ്രിക്കേഷൻ്റെ വർക്കാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആശാരിമാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ വുഡിൻ്റെ വർക്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് വുഡ് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കയ്യിൽ കുറച്ച് മരം ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് 1-2 ഫർണിച്ചറും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. പോളിഷിങ്ങും കാര്യങ്ങളും അങ്ങനെയൊന്നും കഴിഞ്ഞിട്ടില്ല, പെയിൻ്റ് അടിയൊന്നും. എന്നാലും നമ്മളത് ഉണ്ടാക്കി ആശാരിമാരെ കൊണ്ട് ഉണ്ടാക്കി വീട്ടിലവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയും എല്ലാം കൂടെ വീട്ടിലിരുന്ന് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഇത്രയും വേസ്റ്റ് അവിടെ വന്നത്. പിന്നെ വർക്കൊക്കെ വീട്ടിലിരുന്നിട്ട് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജനലിൻ്റെ എന്തായാലും എല്ലാം ഇവിടെ വന്നിരുന്നാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ചന്നം പിന്നെ തുമ്മണൊക്കെ ഉണ്ട്. പിന്നെ ജനലിലും ചുമരിലും ഒക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെറിയൊരു പൈൻറ്റിൻ്റെ ബ്രഷ് വെച്ചിട്ട് നമ്മളെ ജനലിൻ്റെ പൊടിയും കാര്യങ്ങളും അതൊക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചുമരിൽ നമുക്ക് വെള്ളം കൂട്ടി അടിച്ചെടുക്കാൻ പറ്റില്ല, വയറിങ്ങും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഷോക്ക് എന്തെങ്കിലും വരുന്ന പഠിച്ചിട്ട് അത് ചെയ്തില്ല. പിന്നെ നമ്മൾ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊട്ടി ചുമരൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളത് ശരിയാക്കാമെന്ന് വെച്ചു. പിന്നെ ഞങ്ങൾ താമസം തുടത്തുന്നതിന് മുൻപേ ഉറുമ്പുകൾ അവിടെ താമസം തുടത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള ചെറിയൊരു ലിക്വിഡാണ് നിഷാക്ക് അവിടെ ഒഴിച്ച് പോയത്. കാരണം ഉറുമ്പിൻ്റെ ശല്യം നല്ലോണം ഉണ്ടായിരുന്നു. നമ്മളെ പഴയ വീട്ടിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന തറവാട്ടിലെ വീട്ടിലും നല്ല ഉറുമ്പിൻ്റെ ശല്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തരം ഉറുമ്പാണ്. അവർ നമ്മളെ വീട് പണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതൊക്കെ മാറുന്നതിന് മുന്നേ ഓലിതൊക്കെ മാറിയിട്ടുണ്ട്. ചെറുതായിട്ട് മണ്ണെണ്ണ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു ലിക്വിഡ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും അവർ വരുന്ന ആ ഒരു ടൈമിൽ. ഉറുമ്പിൻ്റെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ശല്യമൊന്നുമല്ല കേട്ടോ. നമ്മൾ ഫുഡിൽ ഫുള്ള് വരും. ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറും ചോറാണെങ്കിലും ചായ ആണെങ്കിലും മധുരം ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും എരിവുള്ളതാണെങ്കിലും എല്ലാത്തിലും വരുന്നൊരു ടൈപ്പ് ഉറുമ്പാണിത്. ചെറിയൊരു തരം ഉറുമ്പാണുണ്ടോ. അപ്പോൾ അതിന് നല്ല ശല്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിലേക്ക് വരുന്നതിന് മുൻപേ ഉറുമ്പ് വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമാണ്. അതുകൊണ്ടാണ് ഫുള്ള് നമ്മൾ വരുന്നതിന് മുൻപേ അവരെ കൊല്ലണത്. ഞങ്ങളുടെ കൂടെ സഹായത്തിന് അനുമോൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അവർ നല്ലോണം സഹായിച്ചിട്ടുണ്ടായിരുന്നു. പൊടിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ നമ്മൾ മുകൾ ഭാഗത്ത് സ്ലാബ് അല്ലെങ്കിൽ അങ്ങനെ കബോർഡ് ഭാഗങ്ങൾ അങ്ങനെ ആ ഭാഗത്തു നിന്നൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് സഹായിച്ചത് കുട്ടികളായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ആശ്വാസം തന്നെയായിരുന്നുണ്ടോ. പിന്നെ എൻ്റെ സൗണ്ടിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ചില ഭാഗത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ സൗണ്ട് കട്ടായി പോകും, നമ്മളെ വോയിസ് ഇല്ലാതായി പോവുകയൊക്കെ ചെയ്യും. സൗണ്ടിന് ചെറിയ പ്രശ്നം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഡോക്ടറെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സൗണ്ട് ഫുള്ളായിട്ട് വരുമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇതുവരെ വന്നിട്ടൊന്നുമില്ല, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. നമുക്ക് മരുന്നും കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്നുണ്ടായൊരു ഇതാണ് സൗണ്ട് ഇങ്ങനെ കട്ടായി പോകുന്നത്. സൗണ്ട് വരുന്ന ടൈമിലാണ് നമ്മൾ വീഡിയോ എടുക്കലും വീഡിയോ എടുത്ത് വെക്കും. സൗണ്ട് വരുന്ന ടൈമിൽ നമ്മളത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമുക്ക് സൗണ്ട് ഉണ്ടാവില്ല, ചില സമയത്തേ സൗണ്ട് ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ ഒരുപാട് വീഡിയോ പഴയതൊക്കെ ഉണ്ട്, നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് വെക്കും. പക്ഷേ നമ്മൾ എഡിറ്റ് ചെയ്യാൻ നിൽക്കുന്ന ടൈമിൽ എനിക്ക് സൗണ്ട് എന്നും ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ ഞാൻ സൗണ്ട് ഇല്ലെങ്കിൽ നമ്മളെ വീഡിയോ എടുത്ത് വെക്കുന്നത് ഫോൺ സ്റ്റോറേജ് ഫുള്ളാവുകയാണ്. അതുകൊണ്ട് തന്നെ സൗണ്ട് ഇല്ലെങ്കിലും ബുദ്ധിമുട്ടി ഞാൻ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു സൗണ്ടിൻ്റെ കാരണത്താൽ ആരും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. ഇപ്പം നമ്മളെ ക്ലീനിങ് ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊടി അധികം പറ്റില്ല എന്നുള്ളത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ വെള്ളമൊക്കെ ഒന്ന് തെളിച്ചിട്ടാണ് അടിച്ച് വാരുന്നത്. ആദ്യം അങ്ങനെയൊന്നും അടിച്ച് വാരില്ല കേട്ടോ. പിന്നെ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് അടിച്ച് വാരി മുഖത്ത് ഷാൾ വെച്ചിട്ടൊക്കെ കെട്ടി കൊടുത്തിട്ടാണ് അടിച്ച് വാരുന്നത്. അപ്പോൾ ഏകദേശം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചെറിയ ക്ലീനിങ് കേട്ടോ. അതായത് ഇനിയും വരാൻ കിടക്കുന്നുണ്ട്. ഏറ്റവും റിസ്ക് എനിക്ക് തോന്നിയത് ഈ ഒരു ആശാരിപ്പണി കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആണ് കേട്ടോ. ഇതിന് മുൻപുള്ളതൊന്നും വലിയ പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ടൈൽസ് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിട്ടോ. അപ്പം നമ്മൾ ആദ്യം നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുറച്ച് കടകളിൽ കയറാമെന്ന് വിചാരിച്ചു. റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഒറ്റൊരു കടയിൽ പോയിട്ട് അങ്ങോട്ട് ഫിക്സ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വൈറ്റ് ടൈൽസാണ് വിചാരിക്കണത് ഇടാൻ വേണ്ടിയിട്ട്.
ആഗ്രഹം അതാണ് വൈറ്റ്, പക്ഷെ ഇട്ടവരൊക്കെ പറയുന്നത് വേണ്ടാന്നാണ്. ജസ്റ്റ് ആരെങ്കിലും വൈറ്റ് ഇട്ടവർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇട്ടിട്ടുള്ള എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, പറയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ സ്റ്റെപ്പിൽ ഈ വുഡിൻ്റെ വർക്ക് കൊടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ 1-2 കടയിൽ നമ്മൾ കയറി നോക്കി, ഫുൾ വൈറ്റ് കൊടുക്കണം, അതിൽ ജസ്റ്റ് പ്രിൻറ്റ് വരുന്നത് നോക്കി. പക്ഷെ ഞങ്ങൾക്ക് ഫുൾ വൈറ്റ് ആണ് താല്പര്യം. പിന്നെ ഗ്രാനൈറ്റ് നോക്കിയിട്ടുണ്ടായി നമ്മൾ സ്ലാബിന് വേണ്ടിയിട്ട്. ഇത് നാനോ വൈറ്റ് എടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ എല്ലാത്തിൻ്റെയും അഭിപ്രായം ജസ്റ്റ് എടുത്തവർ അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. അങ്ങനെ ഞങ്ങൾ പിന്നെ ഡോറ് നോക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. പിന്നെ ഡോറ് നമ്മൾ ഇങ്ങനെ വെച്ചത് കൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ റൂമുകൾക്കുള്ള ഡോറൊക്കെ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് പോയത്. നമ്മൾ ഫ്രണ്ട് ഡോർ കണ്ടപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. അങ്ങനെ ഡോറൊക്കെ നോക്കി അവിടെ നിന്ന് ഇറങ്ങി നേരെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ആര്യമ്പാവുള്ളൊരു കടയിലാണ് പോയിട്ടുണ്ടായിരുന്നു. ഒരു അടാർ തട്ടുകട അങ്ങനെ എന്തോ ഉണ്ടോ അതിൻ്റെ പേര് വന്നിട്ട്. നല്ല അടിപൊളി ചായയും സ്നാക്സും വന്നിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ച് ഞങ്ങൾ നേരെ വിട്ടു പോയി. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ വീണ്ടും വരാം. ടാ.